ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് പോലും വേണ്ട അത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 3-4 ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ടപ്പേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കും ആണെങ്കിലും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടത്തോടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 2 സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടറും കൂടെ ചേർക്കുമ്പോഴാണ് ഈ ഒരു മിൽക്ക് ടോസ്റ്റ്, ഇത് മിൽക്ക് ടോസ്റ്റ് എന്നാണ് ഇതിനെ പറയുക ഈ ഒരു റെസിപ്പീനെ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ബട്ടർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ 2 സ്ലൈസസിലും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈങ് പാനിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഫ്രൈങ് പാനിൽ എണ്ണയൊന്നും അല്ലെങ്കിൽ ബട്ടറൊന്നും തേച്ചിട്ടില്ല. ഞാൻ ആ ബ്രെഡ് സ്ലൈസ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ തേച്ചിട്ടുള്ള ഭാഗം പുറമേ കാണത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട്. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നമ്മുടെ കയ്യിൽ 1-2 നുള്ളുള്ള പഞ്ചസാര അതിൻ്റെ മേലെ ഇതുപോലെ ഞാൻ തൂവി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഒരു മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എടുക്കുന്ന ബ്രെഡിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ചേർക്കുന്നത് പാലാണ്. ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. ഈ പാല് ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് ആ ഒരു ബ്രെഡ് കുറച്ചങ്ങ് നനയാൻ പാകത്തിന് മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം എല്ലാം ഒരു ലോവിലാണ് കിടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ പാലൊക്കെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഇതൊരു മിൽക്ക് ടോസ്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നൊരു ഐറ്റമാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മറ്റേ ഒരു സ്ലൈസിൽ നമ്മൾ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ തേച്ചിട്ടുള്ള ഭാഗം ഉൾഭാഗത്തോട് കൂടെ ചേർത്ത് നമ്മൾ അമർത്തി വെക്കുക. ഇനി ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ബട്ടർ കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുറം ഭാഗത്തും കൂടെ ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഒരു പുറം ഭാഗത്ത് ബട്ടർ തേച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഞാനിപ്പോൾ ഇവിടെ അല്പം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ അകത്താണ് പാൽ ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇനി ഇതിൻ്റെ പുറത്തും കൂടെ നമുക്കിതുപോലെ ഒരു 1-2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, ചിലവർക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഒരു മീഡിയം ക്രിസ്പി ആയിട്ട് വരുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി അങ്ങ് നിറം മാറത്തക്ക രീതിയിൽ ഞാൻ എടുത്തിട്ടില്ല. നോക്കിക്കാൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ ബാക്കിയുള്ള അടുത്ത 4 പീസും കൂടെ ബ്രെഡ് ഞാനിതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മിൽക്ക് ടോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മൊത്തം 6 ബ്രെഡാണ് എടുത്തിരുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ 2 ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഞാനിന്നിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്നാക്ക് പോലെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അവർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കൂടെ അവർക്ക് കയ്യിലൊക്കെ പിടിച്ച് കഴിക്കാൻ പാകത്തിന് നമുക്ക് എളുപ്പത്തിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡ് അതായത് ഈ ഒരു വലിപ്പത്തിലൊക്കെ ഞാൻ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ആവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനോടെ കൂടെ കഴിക്കുവാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. നല്ല ഫില്ലിംഗ് ആണിത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കൊച്ചു സൂത്രം കാണിക്കുന്നത്, നമ്മൾ നേരത്തെ ഒരു പ്ലേറ്റിനകത്ത് എടുത്ത് നമ്മൾ പഞ്ചസാര ഇടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പഞ്ചസാരയുടെ കൂടെ 1-2 നുള്ളോളമുള്ള അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം വരുന്നുള്ള പട്ടയുടെ പൊടി, ചെറിയൊരു കഷ്ണം പട്ട വറുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിനകത്തൊന്ന് പൊടിച്ചെടുത്ത് വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞെന്ന പട്ടയുടെ പൊടിയായി. അപ്പോൾ ആ പട്ടയുടെ പൊടിയും കൂടെ ഒരു 2 നുള്ളു മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. അതും ഈ പഞ്ചസാര കൂടെ മിക്സ് ചെയ്ത് ചൂടോടെ കൂടെ ഇതിൻ്റെ മേലൊന്ന് വിതറി കൊടുത്ത് നമ്മൾ സെർവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പറാണ്. കാരണം ആ ഒരു പട്ടയുടെ ഫ്ലേവറും ചെറിയൊരു ഫ്ലേവറേ കിട്ടത്തുള്ളൂ കേട്ടോ, ഒത്തിരി ഫ്ലേവറൊന്നും വരില്ല. ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും. അന്ന് ഇതിന് വേണ്ടി ഒത്തിരി പാലൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാം കൂടെ ഈ 6 സ്ലൈസ് ബ്രെഡിന് ഞാൻ എടുത്തിട്ടുണ്ടാവും. ഏകദേശം ഒരു 8-9 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ പാല്. അപ്പോൾ അത്രയും എളുപ്പമാണ്. ഇതിനകത്ത് മുട്ടയൊന്നും ചേർക്കണ്ട. ഈ ഒരു 3 കാര്യങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.